മികച്ച ഓഹരികളെ കണ്ടെത്തി നിക്ഷേപിക്കുന്നത് പോലെ തന്നെ മോശം ഓഹരികൾ യഥാസമയം തിരിച്ചറിയുകയും കൃത്യമായി ഒഴിവാക്കാനും സാധിക്കുമ്പോഴാണ് ഓഹരി വിപണിയിൽ ഏതൊരു നിക്ഷേപനും അതിജീവനത്തിനുള്ള പാത തെളിഞ്ഞു കിട്ടുന്നത്. മികച്ച ഓഹരികളെ കണ്ടെത്താൻ മാത്രമായിരിക്കും മിക്ക നിക്ഷേപകരും പരിശ്രമിക്കുക. എന്നാൽ പോർട്ട്ഫോളിയോ മൂല്യം താഴേക്ക് കൊണ്ടുപോകുന്ന മോശം ഓഹരികളെ തിരിച്ചറിയാൻ പഠിക്കുമ്പോഴാണ് നിക്ഷേപക ലോകത്തു നിന്നും കൈകൊള്ളാതെ രക്ഷപ്പെടാനും കഴിയുകയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒഴിവാക്കേണ്ട മോശം ഓഹരികളെ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഓഹരികളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന 8 ഘടകങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യം, മോശം കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ പരിശോധിക്കുന്നതിനേക്കാളും താരതമ്യേന ആത്മനിഷ്ഠമായി വിലയിരുത്തേണ്ട ഘടകമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് അഥവാ കമ്പനിയുടെ ഭരണനിർവഹണം. കമ്പനിയുടെ നിത്യേനയുള്ള ബിസിനസ് പ്രവർത്തനങ്ങളിലും ഇടവേളകളിൽ പ്രസിദ്ധീകരിക്കുന്ന സാമ്പത്തിക രേഖകളിലുമൊക്കെ സുതാര്യതയും എല്ലാ ഓഹരി ഉടമകളോടും മികച്ച രീതിയിലും പരസ്പര ബഹുമാനത്തോടെ ഇടപെടുന്ന ശൈലിയിലുള്ളതാണെങ്കിൽ ആ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് മികച്ച നിലയിലെന്ന് അനുമാനിക്കാം. അതായത് ഒരു കമ്പനിയുടെ ക്വാളിറ്റി യഥാവിധി വിലയിരുത്തുന്നതിന് സഹായിക്കുന്ന മുഖ്യ ഘടകമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സാരം. അതേസമയം ചില ഘടകങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ കമ്പനിയുടെ ഭരണനിർവഹണത്തെക്കുറിച്ച് സംബന്ധിച്ച അപായ സൂചനകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കമ്പനിയുടെ വരുമാനത്തിൽ സംഭവിക്കുന്ന ഇടിവ്, ഓഹരിയുടെ വില കൃത്രിമമായി ഉയർത്തുന്നതിനായി ശ്രമിക്കുന്നതെന്ന് സംശയിക്കാവുന്ന കമ്പനിയുടെ നേതൃനിരയിൽ നിന്നുള്ള നീക്കങ്ങൾ, കമ്പനിയുടെ നടത്തിപ്പിൽ പുലർത്തുന്ന നൈതികത, ചെറിയ ഓഹരി ഉടമകളോടുള്ള താൽപ്പര്യം അവഗണിക്കുന്ന പ്രവണത, കമ്പനിയുടെ അക്കൗണ്ടിങ്ങിൽ നടത്തുന്ന മിനുക്കുപണികളിലൂടെ പുറത്തുവിടുന്ന സാമ്പത്തിക കണക്കുകൾ തുടങ്ങിയവയൊക്കെ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മാറ്റ് ഉരച്ചു നോക്കാൻ ഉതകുന്ന ഏതാനും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. 2. നിയമപരവും നികുതിയും. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നിയമപരവും നികുതി സംബന്ധവുമായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചികഞ്ഞു നോക്കിയാൽ ആ കമ്പനിയെ സംബന്ധിച്ച കൃത്യമായ അപായ സൂചനകൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. എന്നാൽ ഇതൊരു സങ്കീർണമായ വിഷയമായതിനാലും ആഴത്തിൽ പഠിക്കേണ്ടതിനാലും മിക്ക നിക്ഷേപകരും ഇത്തരം വിഷയങ്ങൾക്ക് അത്രയധികം ഗൗരവം നൽകാറില്ല എന്നതാണ് വാസ്തവം. കമ്പനി നേരിടുന്ന എല്ലാ നിയമ നടപടികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് നിക്ഷേപകരെ അറിയിച്ചിരിക്കണമെന്നാണ് നിയമപരമായ ഉത്തരവാദിത്തം. അതിനാൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതാണ്. ഇത്തരത്തിൽ കമ്പനിയുടെ തലപ്പത്തുള്ളവർ ഏതെങ്കിലും നിയമ നടപടികൾ നേരിടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ നേരിടുന്ന കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ തപ്പിയെടുത്ത് ആഴത്തിന് വിശദമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക. 3. ഓഹരി വിലയിലെ ചാഞ്ചാട്ടം. നേരിയ കാലയളവിനുള്ളിലും വളരെ പൊടുന്നനെയും ഓഹരിയുടെ വിപണി വിലയിൽ നേരിടുന്ന വ്യതിയാനത്തെയാണ് ചാഞ്ചാട്ടമായി കണക്കാക്കുന്നത്. പൊടുന്നനെ ഓഹരി വിലയിൽ കുത്തനെ ഉയരുന്നതും അല്ലെങ്കിൽ വില തകർച്ച നേരിടുന്നതായും ഒക്കെ കാണപ്പെടുന്നുണ്ടെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ വാർത്തകളോ ഒക്കെ ആകും ഇതിന് പിന്നിലെന്ന് കാരണമെന്ന് അനുമാനിക്കാം. അതേപോലെ ഫ്രീ ഫ്ലോട്ട് ഓഹരികൾ കുറവാണെങ്കിലും ഓഹരിയുടെ വിപണി വിലയിലെ ചാഞ്ചാട്ടത്തിന് വഴിതെളിക്കാം. ഓരോ ഓഹരിയുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറവാണെങ്കിൽ ചെറിയ തോതിലുള്ള ഇടപാടുകൾ നടന്നാൽ പോലും അതിൻ്റെ വിപണി വിലയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താനാകും. ഇത്തരം ഓഹരികളിലെ വ്യാപാരം റിസ്കേറിയതുമാകുന്നു. അതേസമയം വിപണിയെ ഒന്നാകെ ബാധിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ഓരോ ഓഹരിയുടെ വിലയിൽ താൽക്കാലിക ചാഞ്ചാട്ടം നേരിടാമെന്നതിനാൽ നിക്ഷേപകർ ഈ വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതും യഥാർത്ഥ കാരണം തിരിച്ചറിയാൻ പരിശ്രമിക്കേണ്ടതും അനിവാര്യമായ ഘടകമാണ്. 4. താഴ്ന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നിജസ്ഥിതി ഏറ്റവും വ്യക്തവും കൃത്യവുമായി അറിയാവുന്നത് ആ കമ്പനിക്ക് രൂപം നൽകിയ അതിൻ്റെ പ്രൊമോട്ടർമാർക്കായിരിക്കുമെന്നത് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ ഇൻസൈഡേഴ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അതിൻ്റെ പ്രൊമോട്ടർമാരും. ആയതിനാൽ പ്രൊമോട്ടറുടെ ഓഹരി വീതം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആശങ്കയുണർത്തുന്ന പ്രവണതയാണ്. ആ ഓഹരിയുടെ നിലവിലെ സാഹചര്യത്തിലും അടിസ്ഥാനപരമായ ഘടകങ്ങളുടെ നിലവാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കൈവരിക്കാവുന്ന ഉയർന്ന നിരക്കിലേക്ക് ഓഹരിയുടെ വിപണി വില എത്തിച്ചേർന്നുവെന്ന തോന്നലിലായിരിക്കും പ്രൊമോട്ടർമാർ ഇങ്ങനെ ഓഹരി വിൽക്കാൻ തയ്യാറാകുന്നത്. അതിനാൽ പ്രൊമോട്ടർ ഓഹരി വീതം തുടർച്ചയായി കുറയുന്ന കമ്പനികളെ വിശദമായി പരിശോധിക്കണം. അതേപോലെ കമ്പനിയിലുള്ള ഓഹരികൾ ഈട് നൽകി പ്രൊമോട്ടർ എടുക്കുന്ന വായ്പകളെ സൂക്ഷ്മമായി വിലയിരുത്തുക. ചെറിയ തോതിൽ മാത്രമാണ് പ്രെഡ് ഷെയർ ഉള്ളതെങ്കിൽ കാര്യമാക്കേണ്ടതില്ല. എന്നാൽ പ്രെഡ് ഷെയറുകളുടെ തോത് ഉയർന്നതാണെങ്കിൽ ജാഗ്രത പാലിക്കുകയും വേണം. വരുമാനത്തിലെയും ലാഭത്തിലെയും അസ്ഥിരത. ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ വരുമാനത്തിൻ്റെയും മറ്റാദായത്തിൻ്റെയും വളർച്ചയുടെ തോത് സൂക്ഷ്മമായി വിലയിരുത്തുക. അടിസ്ഥാനപരമായി മികച്ച കമ്പനിയാണെങ്കിൽ സ്ഥായിയായ നിരക്കിലും തോതിലുമായിരിക്കും അതിൻ്റെ വരുമാനത്തിലെയും ലാഭത്തിൻ്റെയും ഒക്കെ വളർച്ച പ്രകടമാക്കുക. ചില കാലഘട്ടങ്ങളിലോ ഇടവേളകളിലോ ഒക്കെ കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലുമൊക്കെ വളർച്ചയിൽ ഇടിവ് നേരിടാം. എന്നിരുന്നാലും ദീർഘമായ അളവിൽ മൊത്തമായി വിലയിരുത്തുമ്പോൾ അവിടെ സ്ഥിരതയാർന്ന സാമ്പത്തിക പ്രകടനം കാണാൻ സാധിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു കമ്പനിയുടെ വരുമാനത്തിൽ വലിയ തോതിലുള്ള അസ്ഥിരതയോ പൊരുത്തമില്ലായ്മയോ പ്രകടമാകുന്നുവെങ്കിൽ ആ കമ്പനിയെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ആഴത്തിൽ പഠിക്കുകയും വേണം. അതേസമയം ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്കായി കമ്മോഡിറ്റിയെ ഗണ്യമായി ആശ്രയിക്കുന്ന കമ്പനികളെ ഇത്തരത്തിൽ വിലയിരുത്തരുത്. കാരണം കമ്മോഡിറ്റിയുടെ വിലയിൽ പൊതുവെ ചാഞ്ചാട്ടം നേരിടാമെന്നതിനാൽ കമ്മോഡിറ്റി അടിസ്ഥാനമാക്കുന്ന കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലുമൊക്കെ ചാഞ്ചാട്ടം സ്വാഭാവികമായി കടന്നുകൂടാമെന്നതും ഓർക്കുക. ചുരുങ്ങുന്ന ലാഭമാർജിൻ. ഒരു കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നും നേടുന്ന മൊത്തം വരുമാനത്തിൽ നിന്നും കരസ്ഥമാക്കുന്ന ലാഭത്തിൻ്റെ അനുപാതത്തെയാണ് ലാഭമാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നിർണായകമായൊരു സാമ്പത്തിക അനുപാതമാണിത്. ഒരു കമ്പനി നേടുന്ന ഓരോ രൂപയിൽ നിന്നും
കരഗതമാകുന്ന ലാഭത്തിൻ്റെ തോത് ലാഭമാർജിനിലൂടെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നും കമ്പനി ആർജിക്കുന്ന ലാഭത്തിന് അനുപാതമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അഥവാ പ്രവർത്തന ലാഭ മാർജിൻ എന്നറിയപ്പെടുന്നത്. ഇത് കമ്പനിയുടെ ലാഭക്ഷമതയിൽ ഒരു അളവുകോൽ കൂടിയാകുന്നു. അതിനാൽ വരുമാനം ഉയരുന്നതിനിടയിലും ക്രമാനുഗതമായി കുറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും നെറ്റ് പ്രോഫിറ്റ് മാർജിനും സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ഉൽപ്പന്നത്തിലും സേവനത്തിലും എതിരാളികളുടെ മേൽ ഉണ്ടായിരുന്ന വില നിർണ്ണയ ശക്തി നഷ്ടമാകുന്നു എന്നതാണ്. ഒരിക്കൽ പ്രോഫിറ്റ് മാർജിൻ താഴ്ന്നാൽ മിക്കപ്പോഴും കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കുന്നതേ കാണാം. എതിരാളികൾ ശക്തമായി മത്സരിക്കുന്നതാണ് കാരണം. ഇതിലൂടെ വിപണി വിഹിതം നഷ്ടപ്പെടുന്നതും കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള അപായ സൂചനയാകുന്നു. ഉയരുന്ന കടബാധ്യത. ഒരു കമ്പനിക്ക് സ്ഥിരതയോടെ പ്രവർത്തിക്കണമെങ്കിലും വളരണമെങ്കിലും സാമ്പത്തിക വിഭവങ്ങൾ കൂടി ലഭ്യമാകേണ്ടത് അനിവാര്യമായ സംഗതിയാണ്. സാധാരണ നിലയിൽ കമ്പനി ആർജിക്കുന്ന അറ്റാദായത്തിൽ നിന്നാണ് തുടർ വികസനങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി മറ്റും വിനിയോഗിക്കേണ്ട പണം കണ്ടെത്തുന്നത്. എന്നിരുന്നാലും മിക്ക അവസരങ്ങളിലും കമ്പനിയുടെ വികസന പദ്ധതികൾക്കായി കടത്തെയോ വായ്പയോ ഒക്കെ ആശ്രയിക്കേണ്ടി വരും. അതിനാൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഒരു പരിധിവരെയുള്ള കമ്പനിയുടെ കടബാധ്യത നെഗറ്റീവായി കണക്കാക്കേണ്ടതില്ല. ആ കമ്പനിക്ക് അതിൻ്റെ കടബാധ്യത തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഉള്ളിടത്തോളവും കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നും ഉയർന്നതുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കുകയും താരതമ്യേന മികച്ച നിലവാരത്തിലുള്ള കടമോഹരി അനുപാതം നിലനിർത്താനും സാധിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ കടബാധ്യത അത്ര വിഷയമാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കമ്പനിയുടെ കടമോഹരി അനുപാതം സ്ഥിരമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ കമ്പനി വലിയ തോതിൽ കടം എടുത്തുകൊണ്ടാണ് വളരാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ കമ്പനിയുടെ കടമോഹരി അനുപാതത്തെയും അതേ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമാന കമ്പനികളുടെ ശരാശരി കടമോഹരി അനുപാതത്തെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം. ഇതിനോടൊപ്പം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടി വിലയിരുത്തണം. അടിസ്ഥാനപരമായി കടബാധ്യതയിന്മേലുള്ള പലിശ അടയ്ക്കാനുള്ള ഒരു കമ്പനിയുടെ ശേഷിയെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ വെളിവാകുന്നത്. അതിനാൽ ഒരു കമ്പനിക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന പരമാവധി കടത്തിൻ്റെ അളവ് ഇതിലൂടെ വേഗത്തിൽ മനസ്സിലാക്കാം. ഒരു കമ്പനിക്ക് വളരാനുള്ള ശേഷി എത്രത്തോളം ഉണ്ടെന്നും നിലവിലെ കടബാധ്യത തരണം ചെയ്യാനുള്ള കെൽപ്പുണ്ടോ എന്നുമൊക്കെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വിലയിരുത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉയർന്ന ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആ കമ്പനിക്ക് താരതമ്യേന എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന തോതിലെ കടബാധ്യതയുള്ളൂ എന്നതിൻ്റെ സൂചനയാണ്. അതേസമയം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 1 താഴെയാണെങ്കിൽ ആ കമ്പനിക്ക് അതിൻ്റെ കടബാധ്യതയിൽ നൽകേണ്ട പലിശ പോലും അടയ്ക്കാനുള്ള ശേഷി കുറവാണെന്നതിൻ്റെ സൂചനയുമാകുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത കണക്കുകൾ. ചില സാമ്പത്തിക കണക്കുകൾ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള തരത്തിലുള്ള വളരെ മികച്ച നിലവാരത്തിലായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് കമ്പനിയുടെ അതുവരെയുള്ള ബിസിനസ് പ്രകടനത്തിൻ്റെ നിലവാരത്തേക്കാൾ വളരെ ഉയർന്ന വരുമാനവും ലാഭവും അപ്രതീക്ഷിതമായി രേഖപ്പെടുത്തുക. ഇത്തരം സന്ദർഭങ്ങളിൽ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളുടെ സാമ്പത്തിക രേഖകളും ബിസിനസ് കണക്കുകളുമായി ഇത്തരം റിപ്പോർട്ടുകളെ താരതമ്യം ചെയ്ത് നോക്കുക. തുടർന്ന് എന്തെങ്കിലും അസ്വാഭാവികത കാണപ്പെടുന്നുവെങ്കിൽ കൂടുതൽ വിശദമായ പരിശോധന നടത്തേണ്ടതും അനിവാര്യമാകുന്നു. എന്നാൽ ഈ പരിശോധനകൾക്കെല്ലാം ശേഷം കമ്പനി രേഖപ്പെടുത്തിയ സാമ്പത്തിക ഫലം യാഥാർത്ഥ്യവും സത്യസന്ധവുമാണെന്ന് കണ്ടെത്തിയാൽ ആ കമ്പനിക്ക് മറ്റുള്ള കമ്പനികൾക്കാൾ ഉയർന്ന മത്സരക്ഷമതയുണ്ടെന്ന് മനസ്സിലാക്കി അംഗീകരിക്കാവുന്നതുമാണ്. മേൽ സൂചിപ്പിച്ച് വരും പഠനാവശ്യത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശം ഉപദേശമല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തികരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.